ഹലോ നമസ്കാരം. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് നിഷയെ അറിയുണ്ടാവും. നിഷയുടെ മോൾക്കും പേരൻസിനും വേണ്ടി ചെയ്തിട്ടുള്ള 2 കേക്ക്സാണ്. മോൾക്ക് ചോക്ലേറ്റ് മൂസും അങ്കിളിനും ആൻറ്റിക്കും മാംഗോ കേക്കുമാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ ആനിവേഴ്സറി ആയിരുന്നു. ആ സമയത്ത് അൺഫോർച്യുനേറ്റ്ലി സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എല്ലാം ഒന്ന് ഓക്കെ ആയപ്പോഴത്തേക്കും നിഷ പറഞ്ഞു നമുക്കിങ്ങനെ 2 കേക്ക് ചെയ്യാമെന്ന്. ഇതിൻ്റെ തലേ ദിവസം ഞാനൊരു ടെൻഡർ കോക്കിൻ്റെ ഡിസേർട്ട് ചെയ്തിരുന്നു കേട്ടോ നിഷയ്ക്ക്. നിഷയുടെ അടുത്തേക്ക് ആരോ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കൊടുത്ത് വിടുകയും ചെയ്തു. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഓരോന്ന് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. ഈ ഹോട്ട് ചോക്ലേറ്റിനെ പറ്റി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു 10-18 വർഷം മുമ്പാണ് കേട്ടോ. അന്നേരം നമ്മുടെ നാട്ടിൽ ഇത് വലിയ പ്രചാരത്തിൽ വന്നിട്ടൊന്നുമില്ല. ഞാനിവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ കഫറ്റേരിയയിൽ ഹോട്ട് ചോക്ലേറ്റ് കിട്ടുമെന്ന് കേട്ടപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ എന്നാൽ നമുക്ക് പിന്നെ ബ്രേക്ക് ടൈമിൽ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയോ, ചോക്ലേറ്റ് ഉരുക്കി എടുത്തിട്ടുള്ള എന്തോ ഒരു നമ്മൾ നമ്മുടെ കാഡ്ബറി സിൽക്കിൻ്റെയൊക്കെ പരസ്യത്തിൽ കാണുന്ന മാതിരത്തെ സാധനമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ കപ്പിൽ ഒഴിച്ച് തന്നപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയൊരു എക്സ്പ്രഷൻ ഇട്ടുണ്ടായിരുന്നു, ഇതാണോ ഹോട്ട് ചോക്ലേറ്റ് എന്ന്. കാര്യം ശരിയാണ്, നമ്മുടെ നാട്ടിൽ നല്ലൊരു ഹോട്ട് ചോക്ലേറ്റ് അന്നൊന്നും തീരെ കിട്ടാനില്ല. ഇപ്പോൾ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടാവും. ഇപ്പം ഞാൻ അതിൻ്റെ ഫാനല്ല, അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങനെ സ്ഥലങ്ങളിൽ ട്രൈ ചെയ്തൊന്നും പറയാൻ പറ്റില്ല. ഹോട്ട് ചോക്ലേറ്റിൻ്റെ പേരിൽ ഡിസപ്പോയിൻമെൻറ്റ് വന്നത് ഞാൻ സഹിച്ചു, കാരണം എനിക്കത് മുമ്പ് പരിചയമില്ലല്ലോ കഴിച്ചിട്ട്. പക്ഷേ നമുക്ക് ചില കഴിച്ച് പരിചയമുള്ള രുചികളുണ്ടാവില്ലേ, അങ്ങനത്തത് നമ്മൾ പിന്നെയും വേറെ എവിടെയെങ്കിലൊക്കെ പോയി ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് കഴിച്ചിട്ട് അതിൻ്റെ ഒരു 7 അയലത്ത് പോലും വരാത്ത അതേ പേരിലുള്ള ഐറ്റം നമ്മൾ കഴിക്കേണ്ടി വരുമ്പോൾ അപ്പോൾ വരുന്ന ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ ഫുഡീസിന് മനസ്സിലാവും. അതേമാതിരി നമ്മളിപ്പോൾ ഇന്നടത്ത് ഇന്ന ഫുഡ് കിട്ടുമെന്ന് വെച്ചിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് അവിടെ വരെ പോയിട്ട് അതവിടെ ഇല്ല, കഴിഞ്ഞു പോയി എന്നൊക്കെ പറയുമ്പോൾ അന്നേരവും ഉണ്ട് ദേഷ്യവും സങ്കടവും, അങ്ങനെ പീക്കിലായിരിക്കും. ഞാനൊരു ഇൻ്റർവ്യൂവിൽ ബേസിലോ മറ്റോ പറയണ കേട്ടു, നമ്മുടെ വിനീത് ശ്രീനിവാസൻ നമുക്കറിയാലോ, ഒരു ഭയങ്കര പാവം പിടിച്ച മനുഷ്യനാണ്, വളരെ സ്വീറ്റ് ആയിട്ടുള്ള ആളാണ്. പക്ഷേ പുള്ളി വയലൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ പറയുണ്ടായി. ചെന്നൈയിൽ അവർ ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ മന്തി കിട്ടും നല്ലതായിട്ട്. അപ്പോൾ അവിടെ ബുക്ക് ചെയ്തിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്കും എത്താൻ ലേറ്റ് ആകും എന്തോ ഉണ്ടായി, എന്താണെങ്കിലും സംഗതി തീർന്നു. എന്നിട്ട് അവിടെ വെച്ച് പുള്ളി വയലൻ്റ് ആയിന്ന്. പുള്ളീനെ അങ്ങനെ ദേഷ്യപ്പെട്ട് കാണാത്ത ആൾക്കാർക്ക് ഇതൊരു പുതിയ അനുഭവമായി എന്നുള്ള മാതിരിയാണ് പറഞ്ഞു കേട്ടത്. പിന്നെ റെസ്റ്റോറൻറ്റുകാരനെ ഞങ്ങൾ പെട്ടെന്ന് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ പ്രിപ്പയർ ചെയ്ത് കൊടുത്ത ശേഷമാണ് പുള്ളിയൊന്ന് ഓക്കെ ആയതത്രേ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുമെങ്കിലും ഒരു ഫൂഡി എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാവും പുള്ളിയുടെ ഉള്ളിൽ കൂടെ പോയിട്ടുള്ള വികാരങ്ങൾ അത്രയും. അത് മനസ്സിലാക്കാൻ ഫൂഡീസിന് മാത്രമേ പറ്റുള്ളൂ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് ഏത് തരം ഭക്ഷണമാണെങ്കിലും അൾട്ടിമേറ്റ്ലി അതിന് നമ്മളെ ഹാപ്പിയാക്കാൻ കഴിയണം.